ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു പുതിയ വീഡിയോ ആണ്. ഒരു പ്ലാനിങ് ഇല്ലാതെ രാവിലെ ഒരു 5:45 എഴുന്നേറ്റ് പോയി. അപ്പോൾ വിചാരിച്ചു ഒരു സ്ഥലം വരെ പോയാലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു അര ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. റെഡിയായി പുറത്തു വന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സായിട്ടിട്ടില്ലെന്ന് കണ്ടത്. പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ രാവിലത്തെ വ്യൂ കണ്ടോ, ആകാശമൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബൈക്കിൽ പോകുന്നത്. അതിൻ്റെ ഒരു ത്രില്ലും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് എനിക്കിങ്ങനെ കുറേ എക്സ്പ്രഷൻസൊക്കെ വരുന്നത്. പിന്നെ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ സ്ഥിരമുള്ളൊരു കാര്യമാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. പിന്നെ ഇതാണ് മുത്തപ്പൻ്റെ പുരളിമല എന്ന് പറയുന്നത്. പറശ്ശിനിക്കട പോലെ തന്നെ ഭയങ്കര ഒരു പ്രാധാന്യമുള്ളൊരു അമ്പലം തന്നെയാണത്. അതുവഴിയാണ് ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. കുറേ കാടും മലയൊക്കെ താണ്ടി ഞങ്ങൾ സ്ഥലം എത്താറായി. അപ്പം ഞാൻ കാണിച്ചുതരാം. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. വന്നത് എന്തിനാണെന്ന് കാണണ്ടേ? അതിരാവിലെയുള്ള ഈ ഒരു കാഴ്ച കാണാനാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. ചിലപ്പോൾ ഇത് ചിലവർക്ക് വിചാരിക്കും ഇതെന്താ ഇത്ര കാണാനെന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് പാർട്ട്ണറാണെങ്കിൽ അതിനൊക്കെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ കാണുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ മേലെ ഭാഗത്തേക്ക് കയറിയാൽ വേറെ ഒരു വ്യൂ ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോയി. അങ്ങ് ദൂരെ ഒരു സാധനം കാണുന്നുണ്ട്, ഒരു വെള്ള കളറിൽ. അതാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നോക്കിയാൽ അതും കാണാം. കടലോളം ലോകത്ത് പല പല നിറ കണ്ണുകൾ പറ, പല 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 ചിന്തകൾ കഥ, പല പേരും പറയുന്നതി പരലോകം കളവെന്ന്. ചുറ്റുമേരുട്ടാണേ കുത്തിരിപ്പാണേ. ഞങ്ങളങ്ങനെ മുകളിലെത്തിയപ്പോഴേക്കും ചെറുതായിട്ട് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വെളിച്ചവും പിന്നെ താഴെ നിന്നുള്ള അമ്പലത്തിൽ നിന്നൊക്കെയുള്ള പാട്ടും ചെറിയ കിളികളുടെ ശബ്ദവും, അങ്ങനെ നല്ലൊരു നമുക്കൊരു സമാധാനം തരുന്നൊരു അന്തരീക്ഷമായിരുന്നു അവിടെ മുഴുവനും. കുറേ നേരം ഞങ്ങൾ ആ കാഴ്ചയും കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പം ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. നല്ല വെയിൽ വന്നു, സൂര്യൻ ഉദിച്ചു ഗായ്സ്. സൂര്യൻ വന്നു. നമ്മളിനി താഴോട്ടേക്ക് ഇറങ്ങി പോകട്ടെ.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചെന്ന ആ ഒരു വ്യൂ ആണിത്. അവിടുത്തെ ആ ഒരു കോടയും മഞ്ഞൊക്കെ മേഘങ്ങളൊക്കെ അവിടെ നിന്ന് മാറി ഇപ്പോൾ നമുക്ക് താഴെയുള്ള സ്ഥലം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതും കണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. இந்த அகிலத்தின் ஓசைகள் என்று